Hello dear students. നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൊഡ്യൂൾ 3-ലെ ക്വസ്റ്റ്യൻ ബാങ്കിലുള്ള 4th ക്വസ്റ്റ്യൻ നോക്കാം. Explain various storage classes with the help of examples or explain static and register and static variables. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ മീൻസ് രണ്ട് രീതിയിൽ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനൊരു എസ്സേ പഠിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് വേരിയസ് സ്റ്റോറേജ് ക്ലാസ്സസ് എന്നൊരു എസ്സേ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വരുന്ന രണ്ട് കാറ്റഗറീസ് ആണ് രജിസ്റ്റർ ആൻഡ് സ്റ്റാറ്റിക് വേരിയബിൾസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു എസ്സേ പഠിക്കാം. സ്റ്റോറേജ് ക്ലാസ്സസ് എന്താണെന്നുള്ളത് നോക്കാം. സോ വാട്ട് ഈസ് സ്റ്റോറേജ് ക്ലാസ്സസ്? സ്റ്റോറേജ് ക്ലാസ് ഓഫ് എ വേരിയബിൾ ഡിഫൈൻസ് എ ലൈഫ് ടൈം ആൻഡ് വിസിബിലിറ്റി ഓഫ് എ വേരിയബിൾ. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് പോയിന്റ്. രണ്ട് പോയിന്റ്സ് ഓർക്കുക. സ്റ്റോറേജ് ക്ലാസ് ഓഫ് എ വേരിയബിൾ മീൻസ് ഡിഫൈൻസ് ദ ലൈഫ് ടൈം ആൻഡ് വിസിബിലിറ്റി. ഒരു വേരിയബിളിൻ്റെ ലൈഫ് ടൈം, ആ പ്രോഗ്രാമിൽ ആ വേരിയബിളിൻ്റെ ലൈഫ് ടൈമും പിന്നെ വിസിബിലിറ്റിയും അത് ഡിഫൈൻ ചെയ്യുന്ന ക്ലാസ്സിനെയാണ് സ്റ്റോറേജ് ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, ലൈഫ് ടൈം, അതിലെ ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈഫ് ടൈം മീൻസ് ദ ഡ്യൂറേഷൻ ടിൽ വിച്ച് ദ വേരിയബിൾ റിമെയിൻസ് ആക്റ്റീവ് ആൻഡ് വിസിബിലിറ്റി ഡിഫൈൻസ് ഇൻ വിച്ച് മൊഡ്യൂൾ ദ പ്രോഗ്രാം ദ വേരിയബിൾ ഇസ് ആക്സസിബിൾ. Lifetime means what is a storage class means? Storage class means defines the lifetime. Okay, lifetime and visibility. Okay, lifetime and visibility. ഇനി എന്താണ് lifetime എന്ന് പറയുന്നത്? Lifetime means the duration till which the variable remains active. എത്ര നേരമാണ് ആ ഒരു വേരിയബിൾ ആക്റ്റീവായിട്ട് നിൽക്കുന്നത്, ദാറ്റ് ഇസ് ദ ലൈഫ് ടൈം. So visibility means in which module of the program the variable is accessible. ഏത് മൊഡ്യൂളിലാണ് ആ വേരിയബിൾ ആക്സസിബിൾ ആവുന്നത്? The module in which the variable is accessible. Module of the program in which the variable is accessible. ഓക്കെ, അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ എക്സാമ്പിൾ പഠിച്ചപ്പോൾ അവിടെ നമ്മൾ ഫംഗ്ഷൻ ഡെഫിനിഷൻ്റെ അകത്ത് കൊടുക്കുന്ന ഒരു വേരിയബിളാണ് അല്ലേ? ഫംഗ്ഷൻ ഡെഫിനിഷനകത്ത് കൊടുക്കുന്ന AB ആണ്. അപ്പോൾ അവിടെ ആ ഒരു വേരിയബിൾ ആ മൊഡ്യൂളിൻ്റെ അകത്ത് ആക്റ്റീവാണ്. ആ മൊഡ്യൂളിൻ്റെ പുറത്തിറങ്ങുമ്പോൾ അല്ലെങ്കിൽ ആ ബ്രേസസിൻ്റെ ഇങ്ങനെയല്ല നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ നിന്നും പുറത്തിറങ്ങുമ്പോഴത്തേക്കും ആ വേരിയബിൾ എന്ന് പറഞ്ഞാൽ ആ വേരിയബിളിൻ്റെ വിസിബിലിറ്റി അവിടെ തീരുകയാണ്. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത്. സോ സ്റ്റോറേജ് ക്ലാസ് ഓഫ് എ വേരിയബിൾ ഡിഫൈൻസ് രണ്ട് കാര്യങ്ങളാണ്, ലൈഫ് ടൈം ആൻഡ് വിസിബിലിറ്റി. ദെൻ ലൈഫ് ടൈം മീൻസ് ദ ഡ്യൂറേഷൻ വിച്ച് ദ വേരിയബിൾ റിമെയിൻസ് ആക്റ്റീവ് ആൻഡ് വിസിബിലിറ്റി ഡിഫൈൻസ് ദ മൊഡ്യൂൾ ഓഫ് ദ പ്രോഗ്രാം ഇൻ വിച്ച് ദ വേരിയബിൾ is accessible. So various storage classes in C++ are automatic storage class, then external storage class, then static and register. So one by one ആയിട്ട് നോക്കാം. What is automatic storage class? Automatic storage class assigns a variable to its default storage type. Automatic ആ പേരും തന്നെയുണ്ട്. അതെ, ഓട്ടോമാറ്റിക് സ്റ്റോറേജ് ക്ലാസ് എന്ന് വെച്ചാൽ ഒരു വേരിയബിളിൻ്റെ അതിൻ്റെതായിട്ടുള്ള ഡീഫോൾട്ട് ടൈപ്പിലോട്ട് അസൈൻ ചെയ്യും. ഓക്കെ, ഡീഫോൾട്ട് ടൈപ്പിലോട്ട് അസൈൻ ചെയ്യും. ദാറ്റ് ഇസ് യൂസ് ചെയ്യുന്ന കീവേഡ് ഓർത്ത് വെക്കുക. Auto is the keyword used to declare the automatic variables. Okay. Then, however, if a variable is declared without any keyword inside the function, it is automatic by default. നമ്മളൊരു കീവേഡ് ഒന്ന് യൂസ് ചെയ്തില്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക് ആയിരിക്കും. ബൈ ഡീഫോൾട്ട് എന്താണ്? ഓട്ടോമാറ്റിക് ആയിരിക്കും. That is, a variable is visible only within the function it is declared and its lifetime is same as the lifetime of the function as well. So once the execution of the function is finished, the variable is destroyed. ഒരു നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് ഒരു ഫംഗ്ഷൻ്റെ അകത്താണ്. അപ്പോൾ ഫംഗ്ഷൻ്റെ അകത്ത് നമ്മളൊരു വേരിയബിൾ യൂസ് ചെയ്യുമ്പോൾ ആ ഒരു ഫംഗ്ഷൻ്റെ എക്സിക്യൂഷൻ എവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു അപ്പോൾ എന്ത് ചെയ്യും? ആ വേരിയബിൾ ഡിസ്ട്രോയ് ആയി പോകും. ഓക്കെ, സോ ദിസ് ഇസ് എ യൂസേജ് ഓഫ് ഓട്ടോമാറ്റിക് സ്റ്റോറേജ് ക്ലാസ്. അതിൻ്റെ സിൻടാക്സ് ഇതാണ്. നമ്മൾ ഡേറ്റ ടൈപ്പിന് മുന്നേറ്റ് എന്ത് കൊടുക്കണം? ഓട്ടോ എന്ന് കൊടുക്കണം. അത്രയേ ഉള്ളൂ. നമ്മൾ നോർമലി എങ്ങനെ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന? ഇൻറ്റ് എ. ഇപ്പോൾ ഇൻറ്റ് എ ഈസ് ഈക്വൽ ടു 10 എന്നല്ല നമ്മൾ നോർമലി വേരിയബിളിനെ ഡിക്ലെയർ ചെയ്ത് ഇനിഷ്യലൈസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ ഞാൻ എന്തും കൂടെ ഓട്ടോ എന്നും കൂടെ കീവേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ, ഓട്ടോ എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് പറയാം ഓട്ടോമാറ്റിക് സ്റ്റോറേജ് ക്ലാസ് ഡിക്ലറേഷൻ എന്ന് പറയാം. ഓക്കെ,
Next is second one is register storage class. Register storage class എന്ന് പറഞ്ഞാൽ എന്താണ്? Register storage class means it is used to define local variables. Local variablesനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് രജിസ്റ്റർ സ്റ്റോറേജ് ക്ലാസ് യൂസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനത്തെ ചെറിയ ചെറിയ പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇപ്പോൾ രജിസ്റ്റർ സ്റ്റോറേജ് ക്ലാസ് എന്തിനാണ്? ലോക്കൽ വേരിയബിൾസിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ദാറ്റ് ആ വേരിയബിൾസ് ഒക്കെ എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? സ്റ്റോർഡ് ഇൻ എ രജിസ്റ്റർ ഇൻസ്റ്റെഡ് ഓഫ് റാം. റാമിൽ സ്റ്റോർ ചെയ്യുന്ന പകരം രജിസ്റ്ററിലാണ് സ്റ്റോർ ചെയ്യുന്നത്. റാം നമുക്കറിയാം ഇറ്റ് ഇസ് എ ടെമ്പററി മെമ്മറി. അപ്പോൾ വൺസ് നമ്മൾ റാമിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ വൺസ് പവർ വോളറ്റൈൽ ആണല്ലേ. സോ വൺസ് ദ പവർ ഫെയിലിയർ ഓക്കേഴ്സ് ദ ഡേറ്റ സ്റ്റോർഡ് ഇൻ ദ റാം വിൽ ബി ലോസ്റ്റ്. സോ രജിസ്റ്ററിൽ വരുമ്പം ടെമ്പററി അല്ല, പെർമനൻറ്റ് സ്റ്റോറേജ് ആണ്. Okay, that is register storage class is used to define the local variables that should be stored in a register instead of RAM. That means the variable has a maximum size equal to the register size. Okay, that is register storage assigns a variable storage in the CPU registers rather than the primary memory. അതാണ് ഇവിടുത്തെ പോയിന്റ്. നമ്മൾ നോർമലി അസൈൻ ചെയ്യുന്ന വേരിയബിളിൻ്റെ സ്റ്റോറേജ് CPU രജിസ്റ്റേഴ്സിലാണ്, റാമിലല്ലാതെ CPU രജിസ്റ്റേഴ്സിൽ സ്റ്റോർ ചെയ്യുന്നതാണ്. ഓക്കെ, ഇറ്റ് ഹാസ് ഇറ്റ്സ് ലൈഫ് ടൈം ആൻഡ് വിസിബിലിറ്റി സെയിം ഹാസ് ഓട്ടോമാറ്റിക് വേരിയബിൾ. ഓട്ടോമാറ്റിക് വേരിയബിളെ പോലെ തന്നെയാണ് ലൈഫ് ടൈമും വിസിബിലിറ്റി. ഓക്കെ, ദെൻ പർപ്പസ് ഓഫ് ക്രിയേറ്റിംഗ് രജിസ്റ്റർ വേരിയബിൾ ഈസ് ടു, എന്തിനാണ് നമ്മളിത് രജിസ്റ്റർ, നമ്മുടെ ആ ഒരു സ്റ്റോറേജ്, നമ്മുടെ സ്റ്റോറേജ് ടൈപ്പ് രജിസ്റ്ററിലോട്ട് സ്റ്റോർ ചെയ്യുന്നു, മീൻസ് വേരിയബിൾസ് രജിസ്റ്ററിലോട്ട് സ്റ്റോർ ചെയ്യുന്നു റാദർ ദാൻ റാമിലോട്ട്. വൈ? എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? ദ റീസൺ ഈസ് ടു ഇൻക്രീസ് ആക്സസ് സ്പീഡ് ആൻഡ് മേക്സ് ദ പ്രോഗ്രാം റൺ ഫാസ്റ്റർ. Okay, the purpose of creating the register variable is to increase the access speed and make the program run faster. Okay, then if there is no space available in register, these variables are stored in main memory and act similar to the variables of automatic storage class. നമുക്കറിയാം automatic storage classൽ normally main memoryയിലാണ് സ്റ്റോർ ചെയ്യുന്നത്. Okay, but here ഇവിടെ നമ്മൾ എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? യെസ്, രജിസ്റ്ററിലാണ്, CPU രജിസ്റ്റേഴ്സിലാണ് സ്റ്റോർ ചെയ്യുന്നത് റാദർ ദാൻ ഇൻ ദ മെയിൻ മെമ്മറി. ബട്ട് ഇഫ് രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യാൻ സ്പേസ് ഇല്ല എന്നുണ്ടെങ്കിൽ ദീസ് വേരിയബിൾസ് ആർ സ്റ്റോർഡ് ഇൻ ദ പ്രൈമറി മെമ്മറി. ഓക്കെ, അപ്പോൾ അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു ഡിക്ലറേഷന് മുന്നേറ്റ് വി വിൽ യൂസ് ദ കീവേഡ് രജിസ്റ്റർ. ഓക്കെ, വീണ്ടും പറയുന്നു, വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് യൂസിങ് ദ രജിസ്റ്റർ വേരിയബിൾസ് ദാറ്റ് റിക്വയർ ക്വിക്ക് ആക്സസ്. ഓക്കെ, ആൻഡ് ഇറ്റ്സ് ലൈഫ് ടൈം ആൻഡ് വിസിബിലിറ്റി സെയിം ആസ് ദാറ്റ് ഓഫ് ദ ഓട്ടോമാറ്റിക് സ്റ്റോറേജ് ക്ലാസ്. Then third one is static storage class. First one is automatic, then second one is register class, then next one is static storage class. Static storage class means static storage class, it ensures a variable that has the visibility mode of a local variable. Local variable visibility mode തന്നെയാണ്, but lifetime of an external variable. So static means what? Visibility. വിസിബിലിറ്റി എന്ന് പറയുന്ന ലോക്കൽ വേരിയബിൾ ഉണ്ട്. ഓക്കെ, വിസിബിലിറ്റി എന്ന് പറയുന്ന ലോക്കൽ വേരിയബിളും ലൈഫ് ടൈം എന്ന് പറയുന്നതോ? യെസ്, ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ വേരിയബിൾ. ലൈഫ് ടൈം ഈസ് എക്സ്റ്റേണൽ വേരിയബിൾ. Visibility is that of local variable and lifetime is that of external variable. Okay. It can be also used within the function where it is declared but destroyed only after the program execution has finished. That means എവിടെയാണോ അത് ഡിക്ലെയർ ചെയ്ത് ആ ഒരു എവിടെ it can be, these type of variables can be used within the function where it is declared. എവിടെയാണ് ഡിക്ലെയർ ചെയ്യുന്നത് അവിടെ നമുക്ക് യൂസ് ചെയ്യും, but destroyed only after the program execution has finished. അപ്പോൾ പക്ഷേ അത് ഡിസ്ട്രോയ് ചെയ്യുന്ന എവിടെ എപ്പോഴാണ്? പ്രോഗ്രാം എക്സിക്യൂഷൻ എപ്പോൾ ഫിനിഷ് ചെയ്യും അപ്പോൾ മാത്രമേ അത് ഡിസ്ട്രോയ് ചെയ്യത്തുള്ളൂ. സോ അതുകൊണ്ടാണ് അത് പറയുന്നത് ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ വേരിയബിൾ ആണ്. ഓക്കെ, വിസിബിലിറ്റി എന്ന് പറയുമ്പോൾ ലോക്കൽ വേരിയബിൾ. Okay, so that is when a function is called, the variable defined as static inside the function retains its previous value and operates on it. Okay, just this is mostly used to save the values in a recursive function.
അപ്പോൾ അതിൻ്റെ സിൻടാക്സ് ആണ്. സിൻടാക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു വേരിയബിൾ ഡിക്ലറേഷന് മുന്നായിട്ട് നമ്മൾ ഏത് കീവേഡ് യൂസ് ചെയ്യും? സ്റ്റാറ്റിക് എന്ന കീവേഡ് യൂസ് ചെയ്യും. ഓക്കെ. Next is extern storage class. Extern storage class is similar to global. Okay, global variable അങ്ങനെ എന്തെങ്കിലും ചോദിച്ചാലും ഇത് തന്നെയാണ് കേട്ടോ, extern storage class. So what is extern storage class? The extern storage class is used to give a reference of global variable. അവിടെ പോയിന്റ് വരേണ്ട global variable. അതായത് ഗ്ലോബൽ വേരിയബിൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഗ്ലോബലി അവൈലബിൾ ടു. ഇപ്പം നമ്മൾ ഇൻറ്റ് മെയിനിൻ്റെ അകത്ത് ഇപ്പോൾ യൂസ് ചെയ്യുമ്പം നമുക്ക് ഏതെങ്കിലും ഒരു വേരിയബിൾസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് മസ്റ്റ് ബി ഡിക്ലെയർഡ് വിത്തിൻ ദ ഇൻറ്റ് മെയിൻ ആണ്. പക്ഷെ ഞാനൊരു വേറൊരു ബ്ലോക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിച്ചു. സപ്പോസ് ഫംഗ്ഷൻ ഇൻറ്റ് എഫ് ഓഫ് എൻ എന്ന് വേറൊരു ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിച്ചു. അതിൻ്റെ അകത്ത് ഞാനിപ്പോൾ ഒരു വേരിയബിൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ വേരിയബിളിൻ്റെ സ്കോപ്പ് അല്ല ആ വേരിയബിളിൻ്റെ വിസിബിലിറ്റി ലൈഫ് ടൈം ഈ ഒരു ഫംഗ്ഷൻ എക്സിക്യൂഷൻ തീരുമ്പോൾ അവിടെ അങ്ങ് ഡിസ്ട്രോയ് ആവും. പക്ഷേ ഗ്ലോബൽ വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വിസിബിൾ ടു ഓൾ ദ പ്രോഗ്രാം ഫയൽസ്. ആ പ്രോഗ്രാമിൻ്റെ അത് യൂസ് ചെയ്ത് എല്ലാ പ്രോഗ്രാം ഫയൽസിനും അത് വിസിബിൾ ആയിരിക്കും. ദാറ്റ് ഈസ് എ യൂസേജ് ഓഫ് ദിസ് എക്സ്റ്റെൻഡ് സ്റ്റോറേജ് ക്ലാസ്. That is, it is used to give a reference of a global variable that is visible to all the program files. Okay. ഇപ്പോൾ external നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ the variable cannot be initialized. However, it points the variable name at a storage location that has been previously defined. Okay. Then external storage class assigns variable a reference to the global variable declared outside the given program. ഇപ്പോൾ നമ്മളൊരു ഗിവൺ പ്രോഗ്രാമിൻ്റെ ഔട്ട്സൈഡിൽ യൂസ് ചെയ്ത ഒരു വേരിയബിൾ ഉണ്ടെങ്കിൽ ആ വേരിയബിളിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സ്റ്റേണൽ സ്റ്റോറേജ് ക്ലാസ് യൂസ് ചെയ്യാം. So external storage class assigns a variable a reference to a global variable declared outside the given program. Okay. Which keyword is used to declare external variables? Yes, external keyword വെച്ചിട്ട് ചെയ്യും. They are visible throughout the program and its lifetime is same as the lifetime of the program where it is declared. Okay, അപ്പോൾ അതിൻ്റെ വിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ആ പ്രോഗ്രാമിൻ്റെ execution throughout the program they are visible and its lifetime is same to the lifetime of the program where it is declared. Okay, visible to all the functions present in the program. ഇതിൻ്റെ സിൻടാക്സ് നോക്കിക്കേ. നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന മുന്നേറ്റ് എക്സ്റ്റേണായിട്ട് കീവേഡ് യൂസ് ചെയ്യുക. സോ നിങ്ങൾ മനസ്സിലാക്കുക, സ്റ്റോറേജ് ക്ലാസ് മനസ്സിലാക്കേണ്ടതേ ഉള്ളൂ. നമ്മൾ സ്റ്റോറേജ് ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് മെയിനായിട്ട് സ്റ്റോറേജ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു ലൈഫ് ടൈം, സ്റ്റോറേജ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിളിൻ്റെ ലൈഫ് ടൈമും അതേപോലെ വിസിബിലിറ്റിയാണ് ഡിഫൈൻ ചെയ്യുന്നത്. ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ ആക്റ്റീവ്, ആ ഒരു വേരിയബിൾ എത്ര നേരം ആക്റ്റീവ് ആണെന്നുള്ളതും, വിസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴൊക്കെയാണ് ആ വേരിയബിൾ ആക്സസിബിൾ ആവുന്നത്. ഇപ്പോൾ ഏതൊക്കെ സ്റ്റോറേജ് ക്ലാസ് ഉണ്ട്? 4 ടൈപ്സ് ഓഫ് സ്റ്റോറേജ് ക്ലാസ് ഉണ്ട്: ഓട്ടോമാറ്റിക്, എക്സ്റ്റേണൽ, സ്റ്റാറ്റിക്, രജിസ്റ്റർ. ഓക്കെ, ഓർക്കുക ഈ ഒരു കീവേഡ്സ് ഓർത്ത് വയ്ക്കാൻ എളുപ്പമാണ്. ഓട്ടോമാറ്റിക്കിൻ്റെ ഓട്ടോ, എക്സ്റ്റേണലിൻ്റെ എക്സ്റ്റേൺ, സ്റ്റാറ്റിക്കിൻ്റെ സ്റ്റാറ്റിക് തന്നെയാണ്, രജിസ്റ്ററിൻ്റെ രജിസ്റ്റർ തന്നെയാണ്. ഓക്കെ, സോ ദീസ് ആർ ദ, അപ്പോൾ സ്റ്റോറേജ് ക്ലാസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പ്രാവശ്യം രജിസ്റ്റർ ആൻഡ് സ്റ്റാറ്റിക് വേരിയബിൾസ് മാത്രമേ ചോദിച്ചിട്ടുണ്ട്, ഒരു പ്രാവശ്യം വേരിയസ് സ്റ്റോറേജ് ക്ലാസ്സസ് എന്ന് തന്നെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.